ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 18ാം പടി കയറി രാഷ്ട്രപതി ദ്രൌപദി മുർമു ശബരിമല അയ്യപ്പ സന്നിധിയിൽ. സന്നിധാനത്ത് സുരക്ഷ ശക്തം, തീർത്ഥാടകർക്ക് നിയന്ത്രണം. രാഷ്ട്രപതി നാളെയും മറ്റന്നാളുമായി തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വികസിത രാജ്യമെന്ന ലക്ഷ്യത്തിലേക്കുള്ള വളർച്ച സമൂഹത്തിന്റെ ഐക്യം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ട്രാൻസ്ജെൻഡർ ക്ഷേമം ലക്ഷ്യമിട്ടുള്ള സുഭദ്രം ഭവന പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് നിരോധനം. ICC വനിതാ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് പോരാട്ടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ കേരള സന്ദർശനം തുടരുന്നു. ശബരിമലയിൽ രാഷ്ട്രപതി ദർശനം നടത്തി. രാജ്ഭവനിൽ നിന്ന് ഇന്ന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ശ്രീമതി മുർമു ഹെലികോപ്റ്റർ മാർഗമാണ് പ്രമാടത്തെത്തിച്ചേർന്നത്. മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിലുള്ള സംഘം രാഷ്ട്രപതിയെ സ്വീകരിച്ചു. തുടർന്ന് റോഡ് മാർഗമാണ് പമ്പയിലേക്ക് യാത്ര തിരിച്ചത്. ശബരിമല സന്നിധാനത്ത് എത്തുന്നതിന് മുൻപ് പമ്പാ സ്നാനം നടത്തി രാഷ്ട്രപതി കെട്ടുനിറച്ചു. വിവിധ സേനാ വിഭാഗങ്ങളുടെ കനത്ത സുരക്ഷയിലായിരുന്നു ദർശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി GS ശ്രീധർ. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ ഇരുമുടിക്കെട്ട് നിറച്ച് 4 വീൽ ഡ്രൈവ് ഖൂർക്ക എമർജൻസി പ്രത്യേക വാഹനത്തിൽ സ്വാമി അയ്യപ്പൻ റോഡിലൂടെയാണ് രാഷ്ട്രപതി സന്നിധാനത്തെത്തിയത്. പമ്പ ഗണപതി കോവിലിലെ കെട്ടുനിറ മണ്ഡപത്തിൽ കെട്ടുനിറച്ചാണ് സന്നിധാനത്തേക്ക് തിരിച്ചത്. തെളിഞ്ഞ കാലാവസ്ഥയാണ് പത്തനംതിട്ട, നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ അനുഭവപ്പെടുന്നത്. രാഷ്ട്രപതിയുടെ വാഹനം കൂടാതെ 6 വാഹനങ്ങൾ രാഷ്ട്രപതിക്ക് അകമ്പടിയുണ്ട്. രാഷ്ട്രപതി ഉച്ചപൂജ ദർശനത്തിനു ശേഷം സന്നിധാനം ഗസ്റ്റ് ഹൌസിൽ വിശ്രമിക്കും. വൈകിട്ട് 3-ന് സന്നിധാനത്തു നിന്നും മടങ്ങും. തുടർന്ന് റോഡ് മാർഗം പത്തനംതിട്ട പ്രമാടത്തെത്തി ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് പോകും. തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം ജില്ലകളിൽ നാളെയും മറ്റന്നാളുമായി നടക്കുന്ന വിവിധ പരിപാടികളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. മുൻ രാഷ്ട്രപതി KR നാരായണന്റെ അർദ്ധകായ പ്രതിമ ശ്രീമതി മുർമു നാളെ രാജ്ഭവനിൽ അനാച്ഛാദനം ചെയ്യും. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ചടങ്ങിലും പാലാ സെന്റ് തോമസ് കോളേജിലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും നാളെ രാഷ്ട്രപതി മുഖ്യ അതിഥിയാകും. എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ മറ്റന്നാൾ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുത്ത ശേഷം ശ്രീമതി മുർമു 4 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ന്യൂഡൽഹിക്ക് മടങ്ങും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം, ശബരിമല സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ സുരക്ഷ ശക്തമാക്കി. തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് രാത്രി 10 വരെയും നാളെ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയുമാണ് നിയന്ത്രണം. പ്രധാന റോഡുകളിലും ഇടറോഡുകളിലും വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. നഗരത്തിൽ കർശന സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ സ്കൂളുകളുടെ പ്രവർത്തന സമയത്തിൽ നാളെയും മറ്റന്നാളും മാറ്റം വരുത്തുമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ. രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് ക്രമീകരണം. ജില്ലയിലെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ എല്ലാ സ്കൂളുകളും നാളെ ഉച്ചകഴിഞ്ഞ് 3-ന് മുൻപായി പ്രവർത്തനം അവസാനിപ്പിക്കണം. കോട്ടയം താലൂക്കിലെ എല്ലാ സ്കൂളുകളും വെള്ളിയാഴ്ച രാവിലെ 8:30-ന് മുൻപായി പ്രവർത്തനം ആരംഭിക്കണമെന്നും നിർദ്ദേശം നൽകി. വികസിത രാജ്യമെന്ന ലക്ഷ്യത്തിലേക്കുള്ള വളർച്ച സമൂഹത്തിന്റെ ഐക്യം വർദ്ധിപ്പിക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കൊല്ലം ജില്ലയിലെ പെരിനാട് ഗുരുവായൂർ മധുര എക്സ്പ്രസിന്റെ യാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ വിവിധ സ്റ്റേഷനുകളുടെ നവീകരണം, റെയിൽപാതകളുടെ വൈദ്യുതീകരണം ഉൾപ്പെടെ 20,000 കോടി രൂപയുടെ വികസനമാണ് നടപ്പാക്കുന്നതെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 250 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. ഈ സർക്കാരിന്റെ കാലത്ത് 4,618 കോടിയോളം രൂപയാണ് ഇതുവരെ ലഭ്യമാക്കിയത്. ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൌജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാരുണ്യ പദ്ധതിയിലൂടെ 41.99 ലക്ഷം കുടുംബങ്ങൾക്കാണ് സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്നത്. ട്രാൻസ്ജെൻഡർ ക്ഷേമ മേഖലയിലെ സ്വപ്ന പദ്ധതിയായ സുഭദ്രം ഭവന പദ്ധതി ഇന്ന് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് EMS ഹാളിൽ പദ്ധതിയുടെ ലോഗോ പ്രകാശനവും ആനുകൂല്യ വിതരണവും നിർവഹിക്കും. സുരക്ഷിതമല്ലാത്ത ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ടി വരുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ആശ്വാസമേകാനാണ് സുഭദ്രം ഭവന പദ്ധതി ആരംഭിക്കുന്നത്. GST പരിഷ്കരണത്തിന്റെ ഭാഗമായി നവരാത്രി മുതൽ ദീപാവലി വരെയുള്ള കാലയളവിൽ രാജ്യത്തെ റീറ്റെയിൽ മേഖലയിൽ മൊത്തത്തിലുള്ള വിറ്റുവരവ് 25% വർദ്ധിച്ചതായി റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഉത്സവ സീസണിൽ 5.4 ലക്ഷം കോടി രൂപയുടെ സാധനങ്ങളുടെയും 65,000 കോടി രൂപയുടെ സേവനങ്ങളുടെയും വ്യാപാരം നടന്നതായി കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് നടത്തിയ രാജ്യവ്യാപക സർവേയിൽ കണ്ടെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 26-ന്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തമിഴ്നാട്ടിലെ തീരപ്രദേശങ്ങളിലും വ്യാപക മഴ തുടരുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക ശനിയാഴ്ച പ്രസിദ്ധീകരിക്കും. കരട് വോട്ടർ പട്ടികയിൽ 2.83 കോടി വോട്ടർമാരാണ് ഉള്ളത്. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുക. ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാട് മേപ്പാടി പഞ്ചായത്തിലെ 11ാം വാർഡ് മുണ്ടക്കൈ ഇനി ഓർമ്മ. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുണ്ടക്കൈ വാർഡിലെ അവശേഷിക്കുന്ന വോട്ടർമാർ ചൂരൽമലയിലാണ് വോട്ട് ചെയ്യുക. ചൂരൽമല, മുണ്ടക്കൈ വാർഡുകളിൽ ഉൾപ്പെട്ട 236 വോട്ടർമാരാണ് ദുരന്തത്തിൽ മരിച്ചത്. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുണ്ടക്കൈ വാർഡിലെ അവശേഷിക്കുന്ന വോട്ടർമാർ ചൂരൽമലയിലാണ് വോട്ട് ചെയ്യുക. പഴയ 12ാം വാർഡായ ചൂരൽമല വാർഡിലേക്ക് അവശേഷിക്കുന്ന ആളുകളെ ചേർക്കുകയായിരുന്നു. 11ാം വാർഡ് ചൂരൽമല മുണ്ടക്കൈ എന്നാണ് ഇനി അറിയപ്പെടുക. 1100 വോട്ടർമാരാണ് ഇവിടെയുള്ളത്. റാട്ടക്കൊല്ലി, പുഞ്ചിരിമട്ടം, 2ാം നമ്പർ തുടങ്ങിയ പ്രദേശങ്ങളിൽ 357 വീടുകളിലായി 988 വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത്. സ്വന്തം പ്രദേശത്തെ പോളിംഗ് ബൂത്ത് ഉൾപ്പെടെ ഇല്ലാതായതോടെ വലിയ നിരാശയിലാണ് മുണ്ടക്കൈ നിവാസികൾ. ICC വനിതാ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. ഇൻഡോറിൽ വൈകിട്ട് 3 മണിക്കാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ദക്ഷിണാഫ്രിക്ക 150 റൺസിന് വിജയിച്ചു. തിരുവനന്തപുരത്ത് നടക്കുന്ന 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വിവിധ വേദികളിലായി മത്സരങ്ങൾ പുരോഗമിക്കുന്നു. മേളയുടെ 2ാം ദിനമായ ഇന്ന് ഇൻക്ലൂസീവ് സ്പോർട്സ് വിഭാഗങ്ങൾ ഉൾപ്പെടെ വിവിധ മത്സരങ്ങളാണ് നടക്കുന്നത്. ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ, നീന്തൽ, ഷൂട്ടിംഗ്, കബഡി, ജൂഡോ, വോളിബോൾ, തായ്ക്വോണ്ട തുടങ്ങിയ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. 2026-27 അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിലേക്കുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ തീയതിയും സമയവും പ്രസിദ്ധീകരിച്ചു. 2026 ഏപ്രിൽ 15 മുതൽ 21 വരെ ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ വൈകിട്ട് 5 വരെയാണ് പരീക്ഷകൾ. കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിൽ ഇന്നലെയുണ്ടായ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തു. വധശ്രമം, അതിക്രമിച്ച് കടക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസ്. സംഘർഷം നിയന്ത്രിക്കുന്നതിനിടെ 20-ലധികം പോലീസുകാർക്കും നിരവധി നാട്ടുകാർക്കും പരിക്കേറ്റിരുന്നു. പ്രദേശത്തെ കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരായ സമരമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. സ്വർണ്ണം ഗ്രാമിന് 310 രൂപ കുറഞ്ഞ് 11,660 രൂപയും പവന് 2,480 രൂപ താഴ്ന്ന് 93,280 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ആരംഭിച്ച ഗ്ലാസ് ബ്രിഡ്ജ് ഇന്ന് തുറക്കും. വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും. വിഷൻ 2031 സംസ്ഥാന സെമിനാറുകളുടെ ഭാഗമായി എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല സെമിനാർ നാളെ പാലക്കാട് നടക്കും. മന്ത്രി MP രാജേഷ് കരട് നയരേഖ അവതരിപ്പിക്കും. പദ്ധതി റിപ്പോർട്ടുകളുടെ അവതരണം, പാനൽ ചർച്ചകൾ എന്നിവ ഉണ്ടാകും. തൃശൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം ഈ മാസം 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിസൈനർ സൂകളിൽ ഒന്നായ തൃശൂർ സുവോളജിക്കൽ പാർക്ക് സംസ്ഥാനത്തെ ആദ്യ സുവോളജിക്കൽ പാർക്ക് കൂടിയാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2ാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം നാളെ. 2 ഘട്ടമായി അടുത്ത മാസം 6-നും 11-നുമാണ് വോട്ടെടുപ്പ്. നവംബർ 14-നാണ് വോട്ടെണ്ണൽ. അതേസമയം വോട്ടെടുപ്പ് ദിവസങ്ങളിലും തലേ ദിവസവും പ്രസിദ്ധീകരിക്കുന്ന അച്ചടി മാധ്യമങ്ങളിലെ എല്ലാ പരസ്യങ്ങൾക്കും മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി വേണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ വിവിധ സൈനിക നടപടികളിൽ പങ്കെടുത്ത സൈനികർക്ക് സമ്മാനിക്കുന്ന ധീരതാ പുരസ്കാരത്തിനുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചു. കര, വ്യോമസേനകളിൽ സേവനം അനുഷ്ഠിക്കുന്നവർക്കുള്ള പുരസ്കാരങ്ങളുടെ വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചത്. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൌത്യമായ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചിട്ട് ഇന്ന് 17 വർഷം. 2008 ഒക്ടോബർ 22-നാണ് ശ്രീഹരിക്കോട്ടിൽ നിന്ന് ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൌത്യം വിജയകരമായി വിക്ഷേപിച്ചത്. രാജ്യത്തെ ബഹിരാകാശ മേഖലയിൽ അഭിമാനകരമായ ദൌത്യമായി ചന്ദ്രയാൻ 1 മാറി. 2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം പ്രസിദ്ധ സാഹിത്യകാരൻ NS മാധവൻ ഇന്ന് സമ്മാനിക്കും. തിരുവനന്തപുരം പട്ടം മുണ്ടശ്ശേരി സാംസ്കാരിക പഠന കേന്ദ്രത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ മന്ത്രി P രാജീവ് പുരസ്കാരം സമ്മാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 18ാം പടി കയറിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു ശബരിമല അയ്യപ്പസന്നിധിയിൽ. സന്നിധാനത്ത് സുരക്ഷാ ശക്തം, തീർത്ഥാടകർക്ക് നിയന്ത്രണം. രാഷ്ട്രപതി നാളെയും മറ്റന്നാളുമായി തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വികസിത രാജ്യമെന്ന ലക്ഷ്യത്തിലേക്കുള്ള വളർച്ച സമൂഹത്തിന്റെ ഐക്യം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ട്രാൻസ്ജെൻഡർ ക്ഷേമം ലക്ഷ്യമിട്ടുള്ള സുഭദ്രം ഭവന പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് നിരോധനം. ICC വനിതാ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.